72% സ്കോർ ചെയ്താലാണ് നിങ്ങൾ എക്സാം പാസ്സാകുക. 360 ആണ് നമ്മുടെ പാസിംഗ് സ്കോർ വരിക. വളരെ കുറഞ്ഞ ഡ്യൂറേഷനിൽ കംപ്ലീറ്റ് ചെയ്യാനാകുന്ന ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സാണ് CMA USA. പക്ഷേ ഈ ഒരു കോഴ്സിലേക്ക് വരുന്ന പല സ്റ്റുഡൻസിനും ഇതിൻ്റെ എക്സാം പാറ്റേൺ എന്താണെന്നൊരു ക്ലിയർ ഐഡിയ ഉണ്ടാകില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CMA USA എക്സാമിൻ്റെ പാറ്റേൺ ആണ്. അപ്പോൾ CMA USA എക്സാമിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഐ എം അഞ്ജലി പീറ്റർ, വെൽക്കം ടു എൻട്രി കൊമേഴ്സ് പ്രോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ CMA USA കോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പ്ലാനുള്ള അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് യൂസ്ഫുൾ അപ്ഡേറ്റ്സും വീഡിയോസും നമ്മുടെ ഈ ഒരു ചാനലിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ CMA USAയുടെ എക്സാം സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ സിലബസ് പറയുകയാണെങ്കിൽ CMA USAയിൽ നമുക്ക് 2 പാർട്ടാണ് വരുന്നത്. ഫസ്റ്റ് പാർട്ട് വരുന്നത് ഫൈനാൻഷ്യൽ പ്ലാനിംഗ്, പെർഫോമൻസ് ആൻഡ് അനാലിറ്റിക്സ് ആണ്. അപ്പോൾ അതിൽ വരുന്ന ഏരിയാസും വെയിറ്റേജും തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഡിസിഷൻ പ്ലാനിംഗ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, പെർഫോമൻസ് മാനേജ്മെന്റ്, കോസ്റ്റ് മാനേജ്മെന്റ്, ഇന്റേണൽ കൺട്രോൾ, ടെക്നോളജി ആൻഡ് അനലിറ്റിക്സ് തുടങ്ങിയ ടോപ്പിക്സ് ആണ് വരുന്നത്. ഇനി പാർട്ട് 2 നമുക്ക് വരുന്നത് സ്ട്രാറ്റജിക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. അപ്പോൾ അതിൽ വരുന്ന ടോപ്പിക്സും അതിൻ്റെ വെയിറ്റേജസും ആണ് കൊടുത്തിട്ടുള്ളത്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്, കോർപ്പറേറ്റ് ഫൈനാൻസ്, ഡിസിഷൻ അനാലിസിസ്, റിസ്ക് മാനേജ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്, പ്രൊഫഷണൽ എത്തിക്സ് തുടങ്ങിയ ടോപ്പിക്സ് ആണ് നമുക്ക് പാർട്ട് 2 വരുന്നത്. ഈ പാർട്ട് 2ഉം പാർട്ട് 1ഉം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് എക്സാം എഴുതേണ്ടത്. അത് ഏത് പാർട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് എഴുതാം, അതിൽ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഒരു പാർട്ട് എക്സാമിന് നമുക്ക് ടൈം വരുന്നത് 4 hours ആണ്. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ, അതായത് നമ്മുടെ എക്സാം പാറ്റേണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആ ഒരു എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പാർട്ടിൽ ഞാൻ പറഞ്ഞു 4 hours എക്സാം. ആ ഒരു പാർട്ടിൽ തന്നെ നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻസും ഉണ്ടാകും, അതുപോലെ essay പാർട്ടും ഉണ്ടാകും. അപ്പോൾ എക്സാമിനെ, ഒരു പാർട്ടിൻ്റെ എക്സാമിനെ തന്നെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ MCQ ക്വസ്റ്റ്യൻസും ഉണ്ട്, അതുപോലെ essay ക്വസ്റ്റ്യൻസും ഉണ്ട്. 4 hours ഫസ്റ്റ് 3 hours നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 100 MCQ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. ദെൻ നെക്സ്റ്റ് 1 hour നിങ്ങൾക്ക് essay ക്വസ്റ്റ്യൻസിനുള്ള ടൈമാണ്. നമുക്ക് 2 essay ക്വസ്റ്റ്യൻസ്, കേസ് സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള 2 essay ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ വരുന്നത്. ടോട്ടൽ 500 മാർക്സിനാണ് നമ്മുടെ എക്സാം. ഈ ഒരു 500 മാർക്സിൽ നമ്മുടെ 75% മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ MCQs ആയിരിക്കും. അതായത് 500 ഓൾമോസ്റ്റ് ഒരു 375 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് MCQ ആണ്. ദെൻ ബാലൻസ് 25% മാർക്ക് നമുക്ക് essay ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 2 കേസ് സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള essay ക്വസ്റ്റ്യൻസ്, അതായത് അപ്രോക്സിമേറ്റ് ഒരു 125 മാർക്സിന് നമുക്ക് essay ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് നെഗറ്റീവ് മാർക്കൊന്നുമില്ല. ദെൻ ഓരോ MCQനും നമുക്ക് ഡിഫറെൻറ്റ് മാർക്കാണ് നമുക്ക് വരുന്നത്. എല്ലാ MCQ ക്വസ്റ്റ്യനും 100 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഈക്വൽ മാർക്കല്ല, ഓരോ ക്വസ്റ്റ്യൻ്റെയും ഡിഫിക്കൽട്ടി വെച്ചിട്ടുള്ള ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ വെച്ചിട്ടുള്ള സ്കോറാണ് നമുക്ക് വരുന്നത്. ഓരോ ക്വസ്റ്റ്യൻ്റെയും വെയിറ്റേജ് ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് അവിടെ MCQന് നെഗറ്റീവ് മാർക്സ് ഉണ്ടായിരിക്കില്ല. ദെൻ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു MCQs കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ എന്തിലേക്ക് പോവുക, essayയിലേക്ക് പോകുക. അപ്പോൾ MCQന് നിങ്ങൾക്ക് ടൈം വരുന്നത് 3 hours ആണ്. ഈ ഒരു 3 hoursനുള്ളിൽ നിങ്ങൾ MCQ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണം. അവിടെ MCQ ക്വസ്റ്റ്യൻസിൽ മിനിമം ഒരു 55% ആൻസേഴ്സ് നിങ്ങൾ കറക്റ്റ് ആക്കിയാൽ മാത്രമാണ്, നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ 50 ക്വസ്റ്റ്യൻസിന് ആൻസർ കറക്റ്റ് ആക്കിയാൽ മാത്രമാണ് നിങ്ങൾ എങ്ങോട്ട് പോകുക, essay പോർട്ടലിലേക്ക് പോകുക. ഇനി 50% നിങ്ങൾക്ക് ആ ഒരു 3 hours സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപ്പം തന്നെ എന്താകും, നിങ്ങൾ ഫെയിൽ ആകും, നിങ്ങൾക്ക് essay പോർട്ടലിലേക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. ഇനി വൺസ് നിങ്ങൾ MCQ കംപ്ലീറ്റ് ചെയ്ത് essay പോർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് എന്തിലേക്ക് പോകാനും പറ്റില്ല, തിരിച്ച് MCQ സെഷനിലേക്ക് തിരിച്ചു പോകാനും സാധിക്കുന്നതല്ല. അതുപോലെ MCQs നിങ്ങൾക്ക് നേരത്തെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ് ടൈം essayക്ക് കൂടുതൽ ടൈം കിട്ടുന്നതുമായിരിക്കും. ഇനി essay സെഷനിലേക്ക് പോവുകയാണെങ്കിൽ MCQ കറക്റ്റ് ആക്കിയാൽ മാത്രമായിരിക്കും essay വീണ്ടും ഓപ്പൺ ആകുക. അവിടെ കേസ് സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള 2 essay ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ ആൻസേഴ്സ് നമുക്ക് ലോജിക് എക്സ്പ്ലനേഷൻസും കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പ്രൊഫഷണൽ ആൻസേഴ്സും പ്രസൻറ്റേഷനുമാണ് അവിടെ വേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഫോർമുലാസും അതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആൻസർ ചെയ്യേണ്ടതും ഫൈനൽ ആൻസർ കാണിക്കേണ്ടതൊക്കെ നമുക്കവിടെ മാൻഡേറ്ററി ആണ്. ദെൻ essay നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നത്
മാനുവലി ആണ്. അവിടെ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതുപോലെ എസ്സേ നമ്മൾ കറക്റ്റ് നമ്മൾ പോയിന്റ്സ് എഴുതുന്നതനുസരിച്ച്, അതായത് നമുക്ക് അവിടെയും സ്റ്റെപ്പ് മാർക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ കംപ്ലീറ്റ് ആൻസർ ശരിയല്ലെങ്കിലും നിങ്ങൾക്ക് പോയിന്റ്സ് കറക്റ്റ് ആണെങ്കിൽ അതിന് നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഓവറോൾ CMA USAയുടെ ഒരു പാർട്ട് എക്സാമിൻ്റെ പാസിംഗ് ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 500 മാർക്സിനാണ് സ്കോർ റേഞ്ച് വരുന്നത്. ടോട്ടൽ 500ലാണ്. അതിലൊരു 360 സ്കോർ ചെയ്താൽ നിങ്ങൾ ആ ഒരു പാർട്ട് പാസ്സാകുക. അതായത് ഓൾമോസ്റ്റ് ഒരു 72% സ്കോർ ചെയ്താലാണ് നിങ്ങൾ എക്സാം പാസ്സാകുക. 360 ആണ് നമ്മുടെ പാസിംഗ് സ്കോർ വരിക. അതിൽ MCQനും SAയ്ക്കും നമുക്ക് സെപ്പറേറ്റ് കട്ട് ഓഫ് മാർക്കൊന്നുമില്ല. നമുക്ക് MCQ 50 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആൻസർ ചെയ്താൽ മാത്രമാണ് നമ്മൾ SA പോർട്ടൽ ഓപ്പൺ ആകത്തുള്ളൂ. ദെൻ MCQലും SAയിലും കൂടി ടോട്ടലി 360 സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരു പാർട്ട് എക്സാം പാസ്സാകാനായിട്ട് പറ്റും. അങ്ങനെ 2 പാർട്ടിനും നമുക്ക് സെപ്പറേറ്റ് ആണ് എക്സാം വരുന്നത്. ഇനി നിങ്ങൾ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് ഒരു 40 to 45 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് വരും. റിസൾട്ടിൽ പാസ്സായോ ഫെയിൽ ആയെന്നും അതുപോലെ സ്കോറും കാണിക്കും. അതിനുശേഷം ഒരു 2 വീക്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പെർഫോമൻസ് റിപ്പോർട്ടും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സാമിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അത് SAയിലാണെങ്കിലും MCQസിലാണെങ്കിലും നമുക്ക് അവിടെ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കാം. അതുപോലെ MCQ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നേരത്തെ കംപ്ലീറ്റ് ചെയ്താൽ എക്സ്ട്രാ ടൈം നിങ്ങൾക്ക് എന്തിലേക്ക് കിട്ടും, SAയിലേക്ക് കിട്ടും. 360 മാർക്കാണ് പാസിംഗ്. പക്ഷെ അത് ടാർഗറ്റ് ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ല. ഒരു 400+ ടാർഗറ്റ് ചെയ്താലായിരിക്കും നിങ്ങൾക്ക് പാസ്സാകാനായിട്ട് പറ്റും. അതുപോലെ IMAയുടെ ഒഫീഷ്യൽ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. MCQs ആണെങ്കിലും SA ആണെങ്കിലും മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഈസി ആയി ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എക്സാം പാറ്റേൺ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ CMA USA ആയിട്ട് റിലേറ്റ് ചെയ്ത് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ പറയുക. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റ് CMA USA ഫ്രണ്ട്സിനൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കാം.